ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഈ കണ്ടില്ലേ, ഇത് പിറ്റൂനിയുടെ ചെടിയാണ്. നാടൻ പിറ്റൂനിയാണ്, വൈറ്റ് കളറിലെ പിറ്റൂനിയാണ് കേട്ടോ. ഇതാണ്. അപ്പം ഇത് അത്യാവശ്യം പോവാറായിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിച്ചു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചട്ടിയിൽ നിന്ന് വേറൊരു ചട്ടിയിലോട്ട് നമ്മളിതിനെ മാറ്റി നടുന്നത്. അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തണ്ടെടുത്തിട്ട് നമ്മളിന്ന് വേറൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാൻ പോകണം. എന്നാലേ ഇത് പോകുമ്പോഴത്തേക്കിനും അത് വളർന്നു വരുള്ളൂ, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നശിച്ചു പോവും. അപ്പം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തണ്ടെടുത്തിട്ടാണ് ഇതിനെ നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തണ്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, മൂത്തത് നോക്കിയാണ് നടാറുള്ളത് ചെടികളുടെയൊക്കെ. പക്ഷേ പിറ്റൂനിയുടെ കേസ് വരുമ്പോഴത്തേക്കിനും എളുപ്പമുള്ളത് വേണം നമ്മൾ നോക്കിയിട്ട് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളിതിനെ ഒന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പം ദാ ഇത് കണ്ടു, ഇത് ഭയങ്കര ഇളന്ന ഒരു തണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തണ്ടാണ് നമ്മളിന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കാണിച്ചേ. അപ്പോൾ കണ്ടോ, ഭയങ്കര കുഞ്ഞിതാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ദൈവമേ ഇത് വളരുമോ എന്ന് തോന്നും. പക്ഷേ ഇത് നട്ടാലേ പിറ്റൂനിയ ഇതുപോലെ നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. അപ്പോൾ ദാ ഇന്ന് ഇത്രയും ബേബി ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നട്ടു കൊടുക്കാം. അപ്പോൾ ഇതൊരു ചിരട്ടയ്ക്കകത്ത് നമ്മളിതുപോലത്തെ കുഞ്ഞ് തണ്ട്, ഇളന്ന തണ്ടെടുത്ത് നട്ട് വെച്ച് അത് വളർന്നു വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിന്ന് വേണമെങ്കിൽ മൂത്തത് വെച്ച് നോക്കുക, പെട്ടെന്ന് അത് കരിഞ്ഞു പോകുന്ന കാണാം. പക്ഷേ ഇങ്ങനത്തെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരും. നമ്മൾ ഇത് നട്ട് വെച്ചിരുന്ന ഇവനെ നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് പോവാം. വേരുണ്ട് ഇത് കാണത്തില്ല. കണ്ടോ ഗൈസ്, ഇതിൻ്റെ വേര് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നടാം. അപ്പം നമ്മൾ മുമ്പേ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ബേബി പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു ചെറിയ ചട്ടിയിലേക്കാണ് നട്ടു കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ നട്ടിട്ട് അതിൽ ചെറുതായിട്ട് വേരുകൾ മുമ്പേ കണ്ട പോലെ വളർന്നു വരും. അതിനുശേഷം നമ്മൾ നല്ല ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇന്ന് ഇതിലേക്ക് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് പിടിക്കണമെങ്കിൽ നമ്മളിത് തണലത്ത് വെക്കണം കേട്ടോ.
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തണലത്തോട്ട് നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ടിത് വളർന്നു കഴിയുമ്പോൾ വീഡിയോ പിന്നീടിടാം. അപ്പം വീട്ടിൽ പെറ്റൂണിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മൂത്ത തണ്ടല്ലാതെ ഭയങ്കര ഇളന്ന തണ്ടെടുത്ത് നട്ട് വെച്ച് നോക്കുക. ഉറപ്പായിട്ടും വളർന്നു വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇനി നല്ലതായിട്ട് തണൽ വേണം. പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പെറ്റൂണിയ നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.